ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ ആണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത് അല്ലേ. എല്ലാവരും ചെറുതോ വലുതോ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ റെഡിയാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിന് വരുന്ന ടാക്സ് ഇംപ്ലിക്കേഷൻസ്, ടാക്സ് ആസ്പെക്ട്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ മ്യൂച്വൽ ഫണ്ട് വിറ്റ് കഴിഞ്ഞാൽ അതിന് ടാക്സേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല പല കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനികളിലെല്ലാം ഓരോ കൊല്ലം നമുക്ക് ഡിവിഡൻഡ് റിസീവ് ആവുന്നുണ്ട്. ആ ഡിവിഡൻഡിന് നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സേഷൻ വരുന്നത്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ഒരു കൊല്ലത്തിന് താഴെയാണ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നത് എന്നിട്ട് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതും, 12 മാസത്തിൽ കൂടുതൽ ഒരു കൊല്ലത്തിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുന്നതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും പറയും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവുന്ന സമയത്ത് 15% അതിൻ്റെ ടാക്സേഷൻ നിരക്ക് വരുന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവുന്ന സമയത്ത് ആ ഒരു എമൗണ്ടിനെ നമ്മുടെ വരുമാനത്തിൻ്റെ കൂടെ ചേർത്ത്